റാം, ഇപ്പോൾ നമുക്കറിയാം ഹോർമൂസ് കടലിടുക്കിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. കഴിഞ്ഞ ഒരു 60-65 മണിക്കൂറുകളായി ഇറാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഈ കടലിടുക്ക് അടച്ചിട്ടില്ല. കാരണം ഒരു വ്യാപാരത്തിലുള്ള പ്രാധാന്യം, കടൽ വഴിയുള്ള ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്നത് ആ വഴിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ അവിടെ ഒരു റിസ്ക് ഉണ്ടെങ്കിൽ എത്രത്തോളം മറ്റു രാജ്യങ്ങളെ അത് അഫക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങൾക്ക് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ നങ്കൂരം ഇട്ടുകിടക്കുന്ന നിരവധി ടാങ്കറുകൾ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ IRGCയുടെ കഴിഞ്ഞ ഒരു പ്രഖ്യാപനം അനുസരിച്ച് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ബാർഗെയിനിങ് ചിപ്പ് കൂടെയാണല്ലോ ഇറാന്റെ, വിലപേശലിനുള്ള ഒരു തന്ത്രം കൂടിയാണല്ലോ ഇത് അടച്ചിടുക എന്ന് പറയുന്നത്. ക്രിസ്റ്റീന, തീർച്ചയായിട്ടും ഈ ആക്രമണം ഈ മധ്യപൂർവേഷ്യയിൽ ഒരു സംഘർഷ സാഹചര്യം ഉടലെടുത്തപ്പോൾ തന്നെ ഈ ആഗോള വ്യാപാര മേഖല ഉറ്റുനോക്കിയത് ഈ ഹോർമൂസ് കടലിടുക്കിലേക്കാണ്. കാരണം ആഗോള എണ്ണ വ്യവസായത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കപ്പൽ പാതയാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളത് ആഗോള വിതരണ ശൃംഖലയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണ്. ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഒക്കെ തന്നെ അവിടെ ഒരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായിട്ട് ഒരു ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇന്നലെ രാത്രിയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്ന് ഈ IRGC, അതായത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുന്നത്. ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു, അതിലൂടെ ഏതെങ്കിലും ഒരു കപ്പൽ കടന്നു പോകാൻ ശ്രമിച്ചാൽ അതിനു നേരെ ആക്രമണം ഉണ്ടാവുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് IRGC ഇന്നലെ നൽകിയത്. എന്നാൽ US-ന്റെ സെൻട്രൽ കമാൻഡ് പറയുന്നത് അങ്ങനെ ഒരു അടച്ചിടൽ ഇല്ല എന്നാണ്. അവർ പറയുന്നത് അതിലൂടെ പോകുന്ന കപ്പലുകൾക്ക് അവർ സംരക്ഷണം ഒരുക്കും എന്നുകൂടി ഈ US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ മറ്റ് സാറ്റലൈറ്റ് വിവരങ്ങളും മറ്റും ഇന്റർനെറ്റിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് അതിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏകദേശം പൂർണ്ണമായും നിലച്ചിരിക്കുന്നു എന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, IRGC ഉന്നയിച്ചിട്ടുള്ള ഈ ഭീഷണി. രണ്ട്, ഈ കപ്പലുകൾക്ക് ഇൻഷുറൻസ് നൽകുന്ന വമ്പൻ കമ്പനികളെല്ലാം തന്നെ ഈ ഒരു യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ഈ ഇൻഷുറൻസ് മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ അങ്ങനെ ഒരു അപകട മേഖലയിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് കപ്പലുകളെ സംബന്ധിച്ചിടത്തോളം, ഈ കപ്പൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത് നിയമപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒന്നും തന്നെ ഒട്ടും പ്രായോഗികമായ ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ എണ്ണവിലയാണ്. എണ്ണവില ഹോർമൂസ് കടലിടുക്ക് ഏകദേശം അവിടെ ഒരു 20%, എണ്ണ വ്യാപാരത്തിന്റെ 20% സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. അതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള ഒരു വിതരണ ശൃംഖല മുറിയുമ്പോൾ ഒരു 10% വരെയൊക്കെ ഈ എണ്ണവിലയിൽ വർധനയുണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഒരു എണ്ണവില വർധന ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ഇപ്പോൾ ഈ ട്രംപിന്റെ നേരത്തെ ഉണ്ടായിരുന്ന വ്യാപാര യുദ്ധം, കോവിഡാനന്തരം ഉണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക മേഖലയിലെ ഒരു അസ്ഥിരത, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ എണ്ണവിലയിൽ ഇപ്പോൾ ഒരു വലിയ കുതിപ്പുണ്ടാവുകയാണെങ്കിൽ അത് ആഗോള വ്യാപാരത്തെ അടിമുടി ഉലയ്ക്കുന്ന ഒരു സംഭവമായി മാറും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്രിസ്റ്റീന. രാംകുമാറാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഹോർമൂസ് കടലിടുക്ക് അത് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു റിസ്ക്, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ഈ ടാങ്കറുകളും കപ്പലുകളും ഒക്കെ അവിടെ വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അത് കരുതപ്പെടുന്നു. സൂയസ് കനാലും തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് രാജ്യാന്തര വ്യാപാരത്തിനുണ്ടാകുന്ന തടസ്സം, രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം, അതൊക്കെ വലുതാണ് ഈ യുദ്ധം നീണ്ടുപോകുമ്പോൾ. രാംകുമാർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ഒരു കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കുമെന്ന ചില സൂചനകൾ ചില കോണുകളിൽ നിന്നെങ്കിലും വരുന്നുണ്ട്. ഒരു കരയുദ്ധം എന്ന രീതിയിലുള്ള സൂചനകൾ ബ്രിട്ടൻ നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ വ്യോമയുദ്ധം തുടരുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ബ്രിട്ടന്റെ എയർബേസ് ആയിട്ടുള്ള സൈപ്രസിൽ നടത്തിയ ആക്രമണം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഫ്രാൻസിന്റെ എയർബേസുകളിലേക്കുള്ള ആക്രമണം. അപ്പോൾ പല രാജ്യങ്ങളും യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാമെന്ന് കരുതുമ്പോൾ പോലും ആ രാജ്യങ്ങളെ കൂടെ യുദ്ധത്തിലേക്ക് പങ്കെടുപ്പിക്കുക എന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്, ചില ആക്രമണങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് ഇത് 4-5 ആഴ്ച നീണ്ടു നിൽക്കുമെന്ന് പറയുന്നു. പീറ്റ് ഹെഗ്സത്ത്, അവരുടെ പ്രതിരോധ സെക്രട്ടറി, പറയുന്നത് യുദ്ധം എപ്പോൾ അവസാനിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അതിന്റെ സമയക്രമവും അത് എങ്ങനെയായിരിക്കണമെന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ 4-ാം ദിവസം നമ്മൾ നിൽക്കുമ്പോഴും ഒരു പ്ലാൻ ബി ഇല്ലാതെ അമേരിക്ക, വെനസ്വേല അല്ല ഇറാൻ എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു, ആ ആക്രമണം ഇങ്ങനെ തുടർന്നു പോവുകയാണ്.
ക്രിസ്റ്റിന, നേരത്തെ അമേരിക്കയിൽ നിന്ന് വന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ അവർ കരയുദ്ധത്തിന് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നില്ല എന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചന കൂടുതൽ സൈന്യത്തെ ഇറാനിലേക്ക് അയക്കാൻ യു എസ് തയ്യാറെടുക്കുന്നു എന്ന ചില സൂചനകളാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ബ്രിട്ടന്റെ നിലപാട്. ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് യു എസിന് വേണമെങ്കിൽ അവരുടെ സൈനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാം എന്നുള്ള ഒരു അനുമതിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിൽ നിന്നുണ്ടായത്. അതിനെതിരെ ബ്രിട്ടനിൽ ചില പ്രതിഷേധ സ്വരങ്ങളും ഉയർന്നു. അതിനെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അവരുടെ പാർലമെന്റിനെ കഴിഞ്ഞ ദിവസം അഭിസംബോധന ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു വിശദീകരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടന് ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമാകാൻ താല്പര്യമില്ല എന്ന ഒരു വ്യക്തമായ നിലപാട് തന്നെയാണ് അവർക്കുള്ളത്. അതേസമയം തന്നെ ഒരു സംയുക്ത പ്രതിരോധം എന്ന ഒരു ആശയത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യകതയിൽ ഊന്നി നിന്നുകൊണ്ട് യു എസിന് വേണ്ട സഹായങ്ങൾ ഒരുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഒരു നിലപാട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ കൂടുതൽ രാജ്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ലെബനനിലെ ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെതിരെ ആക്രമണം തുടങ്ങി വെച്ചു. അപ്പോൾ അതിന് വലിയ തിരിച്ചടിയാണ് ഇസ്രയേൽ അവിടെ ബെയ്റൂത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. ഹിസ്ബുള്ളയുടെ ഈ ഒരു നടപടി, ഈ യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയ ഒരു നടപടി വളരെ നിരുത്തരവാദപരമായി പോയി എന്ന് അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലും സമാനമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഈ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ശക്തമായ ഒരു നിലപാടെടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ട്രംപ് പറഞ്ഞതുപോലെ 4 അല്ല 5 അല്ല അതിൽ കൂടുതൽ ദിവസങ്ങൾ നീണ്ടുപോയേക്കാം. യുക്രൈനിലും മറ്റും സംഭവിച്ചതുപോലെ ഇതിൽ എങ്ങനെ ഇത് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതൊരു യുദ്ധം തുടങ്ങുമ്പോഴും അത് എങ്ങനെ അവസാനിപ്പിക്കണം എന്നുകൂടി ഒരു പദ്ധതി ഉണ്ടായിരിക്കണം എന്ന് യുദ്ധതന്ത്രജ്ഞർ പലപ്പോഴും പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇറാന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്ലാൻ ബി ഉണ്ടോ എന്നത് സംശയകരമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു റെജീം ചേഞ്ച് ആയിരുന്നു പ്രാഥമിക ലക്ഷ്യം. പക്ഷേ അത് അത്ര എളുപ്പമല്ല എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. കാരണം ഇറാനിൽ യു എസും ഇസ്രയേലും പ്രതീക്ഷിച്ചതുപോലെ വലിയൊരു ആഭ്യന്തര കലാപമൊന്നും പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അയത്തുള്ള അലി ഖമനൈക്ക് കൊല്ലപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു പരിവേഷമല്ല ഇപ്പോഴുള്ളത്. കൊല്ലപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം ഒരു ഏകാധിപതിയാണ്, ഒരു മർദ്ദക ഭരണകൂടത്തിന്റെ തലവനാണ് എന്നൊക്കെ ആയിരുന്നു ഒരു മൊത്തത്തിലുള്ള ഒരു പ്രതീതിയെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷി പരിവേഷമാണ് ഉള്ളത്. ഈ രക്തസാക്ഷി പരിവേഷം അത് യു എസിനെയും ഇസ്രയേലിനും മറ്റ് അറബ് രാഷ്ട്രങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഖമനയുടെ ഈ ഒരു രക്തസാക്ഷി പരിവേഷം എന്ന് പറയുന്നത് അത് ജീവിച്ചിരുന്ന ഖമനയേക്കാൾ കൂടുതൽ അപകടകരമാണ് ഈ ഒരു രക്തസാക്ഷിയായ ഖമനയുടെ ഇപ്പോഴത്തെ പരിവേഷം എന്ന് പറയുന്നത്. കാരണം ഈ ഷിയ വിഭാഗങ്ങളുടെ ഒരു അപ്രൈസൽ പല രാജ്യങ്ങളിലും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇറാഖിലൊക്കെ, അവിടെ ഇന്നലെ ബാഗ്ദാദിലൊക്കെ വലിയ പ്രതിഷേധങ്ങളാണ് ഈ ഷിയ വിഭാഗക്കാർ നടത്തിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ പതിറ്റാണ്ടിലുണ്ടായ ഒരു അറബ് വസന്തം പോലെ ഒരു വലിയ അപ്രൈസൽ ഒക്കെ ഉണ്ടാവുമോ എന്നുള്ള ആശങ്ക അറബ് രാഷ്ട്രങ്ങളിലും രൂപപ്പെടും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നൊരു നിലപാടിലേക്കായിരിക്കും അറബ് രാജ്യങ്ങളും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പോവുക. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഈ അമേരിക്കയുടെ ഒരു സാമ്പത്തിക കാര്യങ്ങളിൽ ട്രംപ് ചെലുത്തുന്ന ഒരു സമ്മർദ്ദ തന്ത്രം അത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അമേരിക്കയെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്ന ഒരു കാര്യത്തിൽ ചില സംശയങ്ങൾ, ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പ് ഒരു സ്വയം പര്യാപ്തത കണ്ടെത്തുക എന്നുള്ള ഒരു പാതയിലേക്കാണ് യൂറോപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അവർ ഇന്ത്യയുമായിട്ട് ഉൾപ്പെടെയൊക്കെ അമേരിക്കയുടെ എതിർപ്പുകൾ നിലനിൽക്കെ തന്നെ ഇന്ത്യയുമായിട്ടൊക്കെ വലിയ വ്യാപാര കരാറുകൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഈ ട്രംപിന്റെ ഭരണകാലത്തെങ്കിലും യു എസിനെ ആശ്രയിച്ചുകൊണ്ട്, സാമ്പത്തിക കാര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അവർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല. യുക്രൈൻ യുദ്ധത്തിലാണെങ്കിലും യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വലിയ മുതൽ മുടക്കേണ്ടി വരുന്നു. യുക്രൈനിൽ നിന്നുള്ള കയറ്റുമതികൾ നിലച്ചതോട് കൂടിയിട്ട് ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു യുദ്ധം കൂടി ഉണ്ടാവുക, അതിൽ അമേരിക്കയുടെ പക്ഷത്ത് ചേരുക, എന്നിട്ട് വീണ്ടും ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ഒരു അനിശ്ചിതകാല യുദ്ധത്തിലേക്ക് പോവുക എന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും താല്പര്യം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്റ്റീന.
ആ രീതിയിൽ സാഹചര്യം ഇപ്പോഴും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇസ്രയേലിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ, വ്യോമാക്രമണം അത് തുടരുന്നു എന്ന് തന്നെയാണ് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നത്. ഇതിനിടെ പൊതുപരിപാടിയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പൊതുവേദിയിൽ എത്തിയെന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അടക്കം ആക്രമിച്ചു എന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം മാർച്ച് 1-ന് 2 ദിവസം മുൻപ് ഇറാന്റെ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടിരിക്കുന്ന ബേറ്റ് ഷെമെച്ച് അവിടെ ആ സ്ഥലത്ത്, ആ അപകടമുണ്ടായ സ്ഥലത്ത് പ്രധാനമന്ത്രി സന്ദർശിക്കുകയും ആ സ്ഥലം നേരിട്ട് അവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ പൊതു സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് മറ്റൊരു രീതിയിലൊരു വെല്ലുവിളി കൂടിയാണ്. രാംകുമാർ, ഈ യുദ്ധം നടക്കുമ്പോൾ പ്രൊപ്പഗണ്ട വാർ എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആക്രമിച്ചു എന്ന് ഇറാൻ പറയുന്നു. അദ്ദേഹത്തിന്റെ സാഹചര്യം എന്തെന്നറിയില്ല എന്ന് പറയുന്നു. പിന്നീട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇസ്രയേൽ പറയുന്നു. ഈ രീതിയിൽ യുദ്ധം ജയിക്കുക, അത് വാർഫെയർ, അത് യുദ്ധത്തിന്റെ നേരിട്ടുള്ള ആക്രമണം എന്നതിനപ്പുറത്തോട്ട് ഒരു സൈക്കോളജിക്കൽ വാർ നടക്കുന്നുണ്ട്, പ്രൊപ്പഗണ്ടകൾ നടക്കുന്നുണ്ട്. ഈ രീതിയിൽ എന്തു വിശ്വസിക്കും, എന്തു വിശ്വസിക്കാൻ സാധിക്കില്ല തുടങ്ങിയ രീതിയിൽ സംശയമുണ്ടാക്കുന്ന വിധത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും വാദങ്ങളും എല്ലാം ഉയരുന്നുണ്ട്. ഇവയെല്ലാം അതിജീവിച്ചാണ് എങ്ങനെയാണ് ഈ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നെല്ലാം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാനിലേക്കും GCC രാജ്യങ്ങളിൽ വലിയ ആക്രമണം ഇല്ല എന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ഇസ്രയേലിലേക്ക് ഇറാന്റെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇറാനിലേക്ക് ഇസ്രയേൽ ആക്രമണങ്ങൾ, ടെഹ്റാനിലും വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? ദിൽന, നമ്മൾ ഏതൊരു യുദ്ധത്തിലും എന്ന പോലെ തന്നെ അതിൻ്റെ ഒരു പൊതു സ്വഭാവം എല്ലാം തന്നെ ഈ യുദ്ധത്തിലും കാണാൻ കഴിയും. ഇതിൻ്റെ കാര്യകാരണങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടെന്നേ മാത്രമേ ഉള്ളൂ. ഈ പ്രൊപ്പഗാൻഡ വാറിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ പറയും പോലെ വ്യാജ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്, അവകാശവാദങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാനിൽ നിന്നുള്ള വാർത്തകളുടെ ഒരു ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അവിടെ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും അവിടെ നിന്നുള്ള ഒരു വാർത്തകൾ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്നും കാര്യമായ വാർത്തകളൊന്നും വരുന്നില്ല. അവിടെ കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ ഒരു സിനഗോഗിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ സന്ദർശിക്കുകയും ഇത് മനുഷ്യത്വത്തിനെതിരായ ഒരു ആക്രമണമാണ് എന്നുള്ള ഒരു പ്രസ്താവന നടത്തുകയും ഒക്കെ ചെയ്തു. എന്നാൽ അതേ ഇസ്രായേൽ തന്നെയാണ് ഈ ഇറാനിലെ മിനാബിൽ ഒരു സ്കൂളിന് നേരെ ആക്രമണം നടത്തുന്നത്. അവിടെ മിനാബിലെ ഈ സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 180-ലേറെ കുരുന്നുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. നമ്മൾ ഗസയിലും നേരത്തെ കണ്ടതാണ്. അവിടുത്തെ ഈ ഇസ്രായേലിന്റെ യുദ്ധങ്ങളെല്ലാം തന്നെ കുരുന്നുകൾക്ക് നേരെ അല്ലെങ്കിൽ നിഷ്കളങ്കരായ മനുഷ്യർക്ക് നേരെയായിരുന്നു എന്ന ആരോപണം അതിശക്തമായിരുന്നു. ഈ പലസ്തീനിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ആശുപത്രികൾ ലക്ഷ്യം വെക്കപ്പെടുന്നു, അവിടുത്തെ മാധ്യമങ്ങൾ ലക്ഷ്യം വെക്കപ്പെടുന്നു, സ്കൂളുകൾ ലക്ഷ്യം വെക്കപ്പെടുന്നു. ഇതെല്ലാം തന്നെ ഇറാനിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നു. അവിടെ കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെ ഗാന്ധി ആശുപത്രിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായി. ഈ ഗാന്ധി ആശുപത്രിയുടെ വലിയ നാശനഷ്ടങ്ങളാണ് ഈ ആശുപത്രിക്ക് ഉണ്ടാക്കിയത്. അവിടെ നമുക്കറിയാം, എക്കാലവും അഹിംസയ്ക്ക് വേണ്ടി അടിയുറച്ച് നിന്ന ഗാന്ധിജിയുടെ പേരിലുള്ള ഒരു ആശുപത്രി, അതിന് നേരെ തന്നെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പോൾ അവിടുത്തെ ഇറാന്റെ ഒരു സ്റ്റേറ്റ് ടെലിവിഷന്റെ അവരുടെ ആസ്ഥാനത്തിന് നേരെ ആക്രമിച്ചു എന്ന് ഇസ്രായേൽ തന്നെ അവകാശപ്പെടുന്നു. അപ്പോൾ ഇതിനെല്ലാം ഈ ന്യായീകരണമായിട്ട് ഇസ്രായേൽ പറയുന്നത് ഈ പറയുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ IRGC അവരുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ്. ഇത് തന്നെയാണ് പലസ്തീനിലും കണ്ടത്. പലസ്തീനിൽ സ്കൂളുകൾ ആക്രമിക്കുമ്പോൾ, അവിടുത്തെ ആശുപത്രികൾ ആക്രമിക്കുമ്പോൾ ഇതിനെല്ലാം ന്യായീകരണമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഹമാസിന്റെ ഒരു ശൃംഖലകൾ ഇതിനെല്ലാം ഈ കെട്ടിടങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നു. അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഈ ആശുപത്രികളും അവിടുത്തെ സ്കൂളുകളും. അതിനടിയിലെല്ലാം വലിയ തുരങ്കങ്ങളുണ്ട്, വലിയ തുരങ്കങ്ങളുടെ വലിയ ശൃംഖലയുണ്ട്. അതിലാണ് ഈ ഹമാസിന്റെ പോരാളികൾ അല്ലെങ്കിൽ ഹമാസിന്റെ പ്രവർത്തകർ ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ് ഇറാനിലും പറയുന്നത്. അവിടെ ഈ പറയുന്ന ഇറാനിലെ സ്കൂളുകളിലും ആശുപത്രിയിലുമൊക്കെ IRGC അത് സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന്. അതേസമയം ഇറാന്റെ ഇപ്പോൾ അയത്തുള്ള അലി ഖമനിയുടെ മരണത്തിന് ശേഷം അവിടെ ഗാർഡിയൻ കൗൺസിൽ ഭരണം ഏറ്റെടുത്തു. ഈ ഗാർഡിയൻ കൗൺസിലിന്റെ തലപ്പത്തുള്ളത് അയത്തുള്ള അലി റസ അറാഫിയാണ്. ഈ അയത്തുള്ള അലി റസ അറാഫിയും കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ ഇസ്രായേലിലെ മാധ്യമങ്ങൾ വലിയ പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അലി റസ അറാഫി
കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ ഒരു അവിടുത്തെ ജനത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് യുഎസുമായി ഒരു ചർച്ചയ്ക്കും നിലവിൽ തയ്യാറല്ല, അലി ഖമനയുടെ മരണത്തിന് ശക്തമായി പ്രതികാരം ചെയ്യും എന്നൊക്കെയാണ് അലി റസ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ അലി റസ അറാഫി മരിച്ചു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിന്റെ മാധ്യമങ്ങളിലൊക്കെ പ്രചാരണം ഉണ്ടായിരുന്നു. തിരിച്ചും ഇസ്രയേലിൽ വലിയ ആക്രമണം നടത്തി അവിടെ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെ ഇറാനും അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ തന്നെയാണ് ഒരു അവകാശപ്പെട്ടത്. അമേരിക്കയുടെ ഒരു F-15 യുദ്ധവിമാനം വെടിവെച്ചിട്ടുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ പിന്നീട് കുവൈറ്റ് അത് മറ്റൊരു വാർത്ത വന്നത് കുവൈറ്റിന്റെ അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാണ് എന്നാണ്. എന്തായാലും US-ന്റെ 3 യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നത് വസ്തുതയാണ്. എന്നാൽ അത് ആര് വെടിവെച്ചിട്ടു എന്നതിൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നു. അവിടെ 6 US സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുന്നു. അപ്പോൾ ഈ 6 സൈനികരുടെ ജീവന് പകരം ചോദിക്കണമെന്നാണ് US മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രൊപ്പഗാൻഡ. ഇങ്ങനെ ഒരു നേരിട്ടുള്ള ഒരു യുദ്ധത്തിനൊപ്പം തന്നെ ഒരു സോഫ്റ്റ് വെപ്പൺസ് ആയിട്ടുള്ള ഈ പറയുന്ന സൈബർ ആക്രമണങ്ങൾ, പ്രൊപ്പഗാൻഡ, ഇതെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ദിൽന, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് റിയാദിൽ നിന്നുള്ളൊരു വാർത്തയാണ്. സൗദി തലസ്ഥാനമായ റിയാദിൽ അവിടെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, അവിടെ പുക ഉയരുന്നു, തീ വരുന്നു തുടങ്ങിയ വാർത്തകൾ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. സൗദിയിലെ US എംബസിക്ക് സമീപം എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ക്രിസ്ത്യൻ, ആ രീതിയിൽ രണ്ടു ഭാഗത്തും ഇസ്രയേലിനും അമേരിക്കയും ഉൾപ്പെടുന്ന ഭാഗത്തും ഇറാനിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇരുഭാഗങ്ങളിലും ആളുകളുടെ നഷ്ടം ഇതെല്ലാം ഉണ്ട്. 555 എന്ന മരണസംഖ്യ ഇറാനിൽ ഇന്നലെ പറഞ്ഞത് റെഡ് ക്രസന്റ് ആണ്. അവർ ഇന്നലെ ഉച്ചയോടെ നൽകിയ കണക്കാണിത്. അതിനേക്കാൾ വലിയ ആക്രമണങ്ങൾ അതിനുശേഷം പിന്നീടും അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ ആശങ്കാജനകം തന്നെയാണ് ഇപ്പോഴും ഇറാനിലെ ഇസ്രയേലിലെ എല്ലാം സാഹചര്യങ്ങൾ, അല്ലേ? അതെ, ഞാൻ രാംകുമാറിനോട് ചോദിക്കാൻ ശ്രമിച്ചത് തന്നെയാണ്. രാംകുമാർ, ഇപ്പോൾ അമേരിക്ക ഈ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അവർ പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ ആ മേഖലയ്ക്ക് തന്നെ അത് വലിയ പ്രശ്നമുണ്ടാക്കും. ഇസ്രയേലിനെ ലോക ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രം അത് ദുരുപയോഗം ചെയ്യും. 2, ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ആണ് അവർ ഉയർത്തിക്കാട്ടിയത്. ഇറാനിലെ ജനങ്ങൾ അയത്തുള്ള അലി ഖമനയുടെ ഭരണത്തിൽ തൃപ്തരല്ല, അതുകൊണ്ട് അവിടെ ഒരു നല്ല ഭരണകൂടം സ്ഥാപിക്കണം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും വെനസ്വേലയിൽ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടെ അത് സാധിച്ചെടുത്തെങ്കിൽ ഇറാനിലും തീർച്ചയായിട്ടും അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത, അമേരിക്കയെ ഹെൽപ്പ് ചെയ്ത നിരവധി പേരുണ്ടാകും. പക്ഷെ അവരാരും ഇപ്പോൾ പൊതുസഭയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. റാം പറഞ്ഞതുപോലെ തന്നെ മരിക്കുന്നതിന് മുമ്പുള്ള ആയത്തുള്ള അലി ഖമനയും മരിച്ചതിന് ശേഷമുള്ള ഒരു രക്തസാക്ഷി പരിവേഷമുള്ള ഖമനയും വേറെയാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു സാധ്യത, ഇപ്പോൾ 2 വിഭാഗങ്ങളുണ്ടല്ലോ, ആഭ്യന്തര പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇറാൻ. അപ്പോൾ ഈ ഖമനയെ അനുകൂലിക്കുന്നവരും ഖമനയെ പ്രതികൂലിക്കുന്നവരും, അല്ലെങ്കിൽ ആ ആഭ്യന്തര യുദ്ധത്തിന് കാരണമായവരും ഒന്നിച്ച് തെരുവിലിറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ക്രിസ്റ്റീന, തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഈ ഒരു ആഭ്യന്തര കലാപം ഇറാനിൽ രൂപപ്പെടും, അതുവഴി അവിടെ ഒരു ഭരണമാറ്റം സാധ്യമാകും എന്ന ഒരു കണക്കുകൂട്ടൽ അത് പിഴച്ചു പോയിരിക്കുന്നു US-നെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം. പകരം ഇനി എന്ത് എന്ന ഒരു ചോദ്യത്തിന് അവർക്ക് നിലവിൽ പെട്ടെന്നൊരു ഉത്തരം നൽകാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർക്ക് മുന്നിലുള്ള ഏക മാർഗം ആക്രമണം തുടരുക എന്നത് മാത്രമായി മാറുന്നതും. വെനസ്വേലയിൽ നമ്മൾ കണ്ടതാണ്, ഈ പറഞ്ഞ അവിടുത്തെ മദൂറോയെ വളരെ ലാഘവത്തോടുകൂടി ഒരു രാത്രി എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ അവിടെ നിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അതേസമയം ട്രംപ് വളരെ എളുപ്പത്തിൽ അത് ഏറ്റെടുക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇറാനിൽ അതല്ല അവസ്ഥ. ഇനി ട്രംപിന്റെ ഒരു നിലപാടുകളിലേക്ക് വരികയാണെങ്കിൽ, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിന് അർഹനാണ് താൻ എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്ന, അല്ലെങ്കിൽ അതിനുശേഷം ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവിടെ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ആ സമാധാനത്തിനുള്ള പേരിൽ താൻ ഒരു സമാധാനത്തിന്റെ അപ്പോസ്തലനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ട്രംപ്. പക്ഷേ ട്രംപ് അധികാരത്തിൽ, ഈ 2ാം ഊഴത്തിൽ ട്രംപ് അധികാരത്തിൽ വന്ന് 13 മാസമാകുമ്പോഴത്തേക്കും 10ലേറെ രാജ്യങ്ങളിലാണ് അമേരിക്കയുടെ സൈനിക ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ തന്നെ ഈ ട്രംപ് ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് താൻ അധികാരത്തിൽ വന്നാൽ 2-3 ദിവസം കൊണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ്. പക്ഷേ ആ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അതിൽ ഒരു കാര്യമായ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കാൻ ട്രംപിന് സാധിച്ചില്ല എന്നത് ഒരു കാര്യം. ഇനി അമേരിക്കയുടെ ഒരു ചരിത്രം മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ അവർ കാലാകാലങ്ങളായി ഇത്തരത്തിൽ ഒരു ലോക പോലീസ് ചമഞ്ഞ് പല രാജ്യങ്ങളുടെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അവർ ഹെയ്തിയിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ ഹെയ്തിയിൽ ഇടപെടുന്നു, ഹോങ്കോങ്ങിൽ ഇടപെടുന്നു, അഫ്ഗാനിസ്ഥാനിൽ ഇടപെടുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലും അവർ അവരുടെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം അമേരിക്കയ്ക്ക് നേരെയുള്ള ഒരു ത്രെട്ടിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ചില നിയമങ്ങൾ അവർക്കുണ്ട്. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത് അമേരിക്കയ്ക്കെതിരായി ഒരു നീക്കം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഭാവിയിൽ അമേരിക്കയ്ക്ക് ഭീഷണി ആയേക്കാമെന്ന് കണ്ടാൽ അതിൽ ഇടപെടാം എന്ന തരത്തിൽ അമേരിക്കയിലെ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നിയമങ്ങളുടെ സ്വയം ഉണ്ടാക്കിയ ആ നിയമങ്ങളുടെ ബലത്തിൽ അവർ ഒരു ലോക പോലീസ് ചമയുന്നു, മറ്റ് രാജ്യങ്ങളിൽ ഇടപെടുന്നു. ഇത് കാലാകാലങ്ങളായി കണ്ടതാണ്. ഇപ്പോൾ നേരത്തെ അഫ്ഗാനിസ്ഥാനിലും ഈ പറഞ്ഞതുപോലെ അവർ ചെല്ലുന്നു, അവിടെ താലിബാൻ ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യുന്നു, അവിടെ പുതിയൊരു ഗവൺമെന്റിനെ കൊണ്ടുവരുന്നു, ആ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്നു. പിന്നീട് പെട്ടെന്നൊരു ഘട്ടത്തിൽ അവിടുന്ന് ഒന്നുമില്ലാത്ത ഒരു അവിടുത്തെ ജനതയെ വീണ്ടും ഒരു അരാജകത്വത്തിലേക്ക് അല്ലെങ്കിൽ താലിബാൻ ഭരണത്തിലേക്ക് വീണ്ടും വിട്ടുകൊടുത്തുകൊണ്ട് ഒന്നുമല്ലാതെ അവിടുന്ന് തിരിച്ചു പോരുന്നു. ബൈഡൻ ഭരണകാലത്ത് നമ്മൾ കണ്ടതാണ്. അന്ന് ഉയർന്ന ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ ഒന്നുമല്ലാത്ത ഘട്ടത്തിൽ താലിബാനെ ഇട്ടിട്ട് തിരിച്ചു പോകുവാനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഇങ്ങനെയൊരു യുദ്ധം, ഇത്രയും 1-2 വർഷത്തോളം അവിടെ ചെലവഴിച്ച ഇത്രയും പണവും ഇത്രയും സൈനികരുടെ ജീവനുമൊക്കെ അവിടെ ബലി കൊടുത്തത് എന്തിനായിരുന്നു എന്നൊരു ചോദ്യം അന്ന് ഉയർന്നു. അതേ ചോദ്യം തന്നെയാണ് ഇപ്പോഴും ട്രംപിന് നേരെ ഒരു വിഭാഗത്തിൽ നിന്ന് ഉയരുന്നത്. ഈ അയത്തുള്ള അലി ഖമനിയെ വധിച്ചു, ഇനി അവിടെ ഒരു ഭരണമാറ്റം സാധ്യമാക്കാനായില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ യുദ്ധം എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇനി അയത്തുള്ള ഖമനിയുടെ മരണാനന്തരം ഇറാനിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കിയാൽ അവിടെ ഒരു അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ചേർന്ന് പുതിയൊരു ഭരണകൂടത്തെ തെരഞ്ഞെടുക്കാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ചാൽ മാത്രമേ യുഎസിന് അവർ ആഗ്രഹിക്കുന്ന ഒരാളെ അവിടെ ഭരണ തലപ്പത്ത് പ്രതിഷ്ഠിക്കാൻ കഴിയൂ. അത് എത്രത്തോളം എളുപ്പമാണ് എന്ന് ഇനിയും വ്യക്തമല്ല. അപ്പോൾ ഈ പറയുന്നത് പോലെ അമേരിക്ക അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ടോ, ഇസ്രയേലിന്റെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു യുദ്ധത്തിലേക്ക് എടുത്തുചാടി ഇപ്പോൾ തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് യുഎസ് എത്തിയിട്ടുണ്ടോ എന്നതുകൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ്. ക്രിസ്റ്റീന. രാംകുമാർ, ഈ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കുക എന്നത് ട്രംപിന്റെ വലിയ ആഗ്രഹമായി അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ 2ാം ടേമിൽ അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തിയ ആദ്യ ചില ഇടപെടലുകളെല്ലാം അങ്ങനെ ഒരു പുരസ്കാരം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇത്തവണ ആ പുരസ്കാരം ലഭിക്കാതായതോടുകൂടി തന്നെ അതിനുശേഷം വലിയ രീതിയിൽ മോശമായ ചില ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ട്രംപിന്റെ ഈ നയങ്ങൾക്കെതിരെ ഇറാനിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു സാഹചര്യവും പ്രകോപനവുമില്ലാതെ നടത്തിയ ഈ ആക്രമണത്തിനെതിരെ ഉയരുന്നുണ്ട്. വിയറ്റ്നാമിൽ, അഫ്ഗാനിസ്ഥാനിൽ, ഇറാഖിൽ എല്ലാം ആക്രമണം നടത്തുമ്പോൾ അമേരിക്കൻ ജനതയെ നിങ്ങൾ പറ്റിക്കുകയായിരുന്നു. ഇപ്പോഴിതാ സമാനമായ രീതിയിൽ ഇറാന്റെ വിഷയത്തിലും അത് ചെയ്യുന്നു എന്നാണ് ഡെമോക്രറ്റുകൾ പറയുന്നത്. ആ രീതിയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. മിഡ് ടേം തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുമ്പോൾ ട്രംപിന്റെ ജനപ്രീതിയിൽ വലിയ ഇടിവുണ്ടാകുന്ന സാഹചര്യം കൂടി പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് അമേരിക്ക പ്രത്യേകിച്ചും യുദ്ധം, ഈ പോരാട്ടം ഇതിങ്ങനെ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ സൈനികരുടെ ഇനിയും മരണം ഉയർന്നേക്കാം എന്ന രീതിയിലെല്ലാം ട്രംപിന്റെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ. അത് കൂടുതൽ ജനപ്രീതി ഇടിയുന്നതിനും ട്രംപിനെതിരെ അമേരിക്കയിൽ വലിയ ഒരു വികാരം ഉണ്ടാകുന്നതിനും ഇടയാവുകയില്ലേ? എങ്ങനെ ഈ വിഷയത്തെ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ദിൽന, നേരത്തെ 12 ദിന യുദ്ധം ഉണ്ടായപ്പോൾ ഒക്കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ അഭിമാനത്തോടു കൂടിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞത്, ഞങ്ങൾ അവിടുത്തെ ആണവ കേന്ദ്രങ്ങളെല്ലാം തച്ചു തകർത്തു, അവർക്ക് ശക്തമായ ഒരു തിരിച്ചടി നൽകി, ഖമനയെ തൽക്കാലം കൊല്ലണ്ട എന്നത് എൻ്റെ തീരുമാനമായിരുന്നു, അതുകൊണ്ട് കൊന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ അഭിമാനത്തോടു കൂടിയും ഒരു ആത്മനിർവൃതിയോടും കൂടിയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഈ 12 ദിന യുദ്ധമുണ്ടായ സമയത്ത് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത്. എന്നാൽ ഇത്തവണ അതല്ല സാഹചര്യം. കാരണം 6 സൈനികർ കൊല്ലപ്പെട്ടു, 6 US സൈനികർ ഈ ദൗത്യത്തിന്റെ ഭാഗമായി മരിച്ചു എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. അത് USനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയുടെ സൂചന തന്നെയാണ്. കാരണം അവർ ലോകത്തെ ഏറ്റവും കരുത്തരായ ഒരു സൈന്യം എന്ന് സ്വയം അവകാശപ്പെടുന്ന USന് അവർക്ക് 6 സൈനികരെ 3 ഫൈറ്റർ ജെറ്റുകളൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇറാനിലെ യുദ്ധം, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധ ശേഖരങ്ങളെ കുറിച്ചിട്ടൊന്നും കാര്യമായ ധാരണ മറ്റ് രാജ്യങ്ങൾക്കില്ല എന്നിരിക്കും. അവിടെ പോയി ഒരു പ്രകോപനമില്ലാതെ ഒരു യുദ്ധം നടത്തുന്നു, ചർച്ചകൾക്ക് സാധ്യത ഉണ്ടായിരിക്കെ തന്നെ അവിടെ പോയി ഒരു ആക്രമണം നടത്തുന്നു, എന്നിട്ട് ഇത്തരത്തിൽ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും അനിശ്ചിതമായ ഒരു യുദ്ധത്തിലേക്ക് USനെ കൊണ്ടുചെന്നാക്കുന്നു എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനങ്ങളുടെ ഒരു വികാരം എതിരാവാൻ വളരെ സാധ്യതയുണ്ട്. ദിൽന.
യെസ്, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലത്തെ ദിവസം ഏറ്റവും ആളുകൾ കണ്ട ആ ദൃശ്യം എന്നത് പറയുന്നത് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് വിമാനം F-15 അത് തകർന്ന് താഴേക്ക് വീഴുന്നതാണ്. അത് എങ്ങനെ സംഭവിച്ചു, ഒരു സൗഹൃദ ഫയറിംഗ് എന്നൊക്കെ അമേരിക്ക പറയുമ്പോഴും അതെങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കണം എന്നടക്കം ഇപ്പോൾ ഇറാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.